സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇറാനിൽ നടക്കുന്ന പ്രക്ഷോഭത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ പങ്ക് ചർച്ചയാക്കിയ ട്വീറ്റ് പുറത്തുവന്നിരിക്കുകയാണ്. പ്രക്ഷോഭങ്ങളെ പിന്തുണച്ചുള്ള ചാരസംഘടനയായ മൊസാദിന്റെ ട്വീറ്റാണ് ഇസ്രായേലിലേക്ക് വിരൽ ചൂണ്ടുന്നത്. പ്രതിഷേധം തുടരാൻ ആവശ്യപ്പെടുന്ന ട്വീറ്റിൽ നേരിട്ട് നിങ്ങളോടൊപ്പമുണ്ടെന്നാണ് മൊസാദ് പറയപ്പെടുന്നത്. വിലക്കയറ്റം, നാണയപ്പെരുപ്പം, സാമ്പത്തിക സ്തംഭനാവസ്ഥ എന്നിവയ്ക്കെതിരെ തലസ്ഥാനമായ ടെഹ്റാനിലടക്കം വിവിധ നഗരങ്ങളിൽ സർക്കാരിനെതിരെ സമരക്കാർ തെരുവിലിറങ്ങിയിട്ടുണ്ട്. ഒന്നിച്ച് തെരുവിലിറങ്ങുക, അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്നാണ് മൊസാദിന്റെ പേർഷ്യൻ ഭാഷയിലുള്ള എക്സ് അക്കൗണ്ടിൽ വന്ന പോസ്റ്റ്. ദൂരത്തു നിന്നോ വാക്കുകളിലൂടെയോ പിന്തുണയല്ല, ഞങ്ങൾ നേരിട്ടും നിങ്ങളോടൊപ്പമുണ്ടാകുമെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. ഞായറാഴ്ച ടെഹ്റാനിലെ വ്യാപാരികൾ ആരംഭിച്ച പ്രതിഷേധമാണ് രാജ്യത്തൊട്ടാകെ വ്യാപിച്ചത്. ഇസ്ഫഹാൻ, യസദ്, സഞ്ചർ തുടങ്ങിയ മറ്റ് നഗരങ്ങളിലും പ്രതിഷേധം നടക്കുന്നുണ്ട്. മാത്രമല്ല, ഏത് നിമിഷവും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാമെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇറാനും ഇസ്രായേലും അമേരിക്കയും നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാനിൽ നടക്കുന്ന കലാപത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് തങ്ങളാണെന്ന മട്ടത്തിൽ മൊസാദിന്റെ ട്വീറ്റ് പുറത്തു വന്നത് യഥാർത്ഥത്തിൽ വടികൊടുത്ത് അടിമേടിക്കുന്ന രീതിയായിപ്പോയി അവരുടേത്. കാരണം സംഭവത്തിന് പിന്നാലെ IRGC ഇറാനിൽ വ്യാപക പരിശോധന നടത്തുകയും നിരവധി മൊസാദിന്റെ ചാരന്മാരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇറാനകത്തു നിന്നുള്ള ചാരന്മാരെ അടക്കം പിടികൂടി പരസ്യമായി ടെഹ്റാനിലൂടെ വാഹനത്തിൽ കയറ്റി ജനങ്ങൾക്ക് മുന്നിൽ വെല്ലുവിളിച്ചുകൊണ്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. 16-ലധികം പേരെ ഇതിനകം തന്നെ പിടികൂടി തടവറയിലാക്കിയെന്നാണ് പുറത്തുവരുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നടക്കം വ്യക്തമാകുന്നത്. അമേരിക്കൻ ഡോളറിനും മറ്റു വിദേശ കറൻസികൾക്കും എതിരെ ഇറാൻ റിയാൽ നേരിടുന്ന മൂല്യത്തകർച്ചയാണ് രാജ്യത്തെ പ്രതിഷേധങ്ങൾക്ക് കാരണം. ഇറക്കുമതി ചെലവ് വർദ്ധിച്ചതോടെ സാധനങ്ങൾക്ക് തീവിലയായത് റീറ്റെയിൽ വ്യാപാരികൾക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. തിങ്കളാഴ്ച ഡോളറിനെതിരെ റിയാലിന്റെ മൂല്യം 13,90,000 എന്ന പുതിയ റെക്കോർഡിലേക്ക് എത്തി നിൽക്കുകയായിരുന്നു. ലോകബാങ്ക് GDP വളർച്ച കുറയുമെന്ന് പ്രവചിച്ചതോടെ ഇറാൻ സമ്പദ്വ്യവസ്ഥ നിലവിൽ മാന്ദ്യ ഭീഷണിയിലുമായിട്ടുണ്ട്. ഒക്ടോബറിൽ പണപ്പെരുപ്പം 40 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 48.6%-ലെത്തിയിരുന്നു. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് പുതിയ സംഭവവികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന സംഘർഷത്തിൽ തകർത്ത ആണവ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങൾ പുനർനിർമ്മിച്ചാൽ ഇറാനെ ആക്രമിക്കപ്പെടുമെന്ന് ട്രംപ് ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞിരുന്നു. പക്ഷേ ശക്തി കൊണ്ട് ഇറാന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതോടെയാണ് ഇസ്രായേലും അമേരിക്കയും പുതിയ തന്ത്രവുമായി ഇറങ്ങിയിരിക്കുന്നതെന്നാണ് ഇറാൻ പറയുന്നത്. പ്രതിസന്ധി മറികടക്കാൻ ദിവസങ്ങൾ മാത്രം മതിയെന്നാണ് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, US-നും ഇസ്രായേലിനോടും ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അമേരിക്ക, ഇസ്രായേൽ, യൂറോപ്പ് എന്നിവരുമായി ഇറാൻ പൂർണ്ണ യുദ്ധത്തിലാണ്. ഞങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട സൈന്യം അവരുടെ ജോലി കരുത്തോടെയാണ് ചെയ്യുന്നത്. ആയുധങ്ങളുടെ കാര്യത്തിലും ആൾബലത്തിന്റെ കാര്യത്തിലും നമ്മുടെ സൈന്യം US-ഉം ഇസ്രായേലും ആക്രമിച്ചപ്പോൾ ഉള്ളതിനേക്കാൾ ശക്തരാണെന്നും പെസഷ്കിയാൻ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ തങ്ങളെ ആക്രമിച്ചാൽ കനത്ത തിരിച്ചടി ലഭിക്കുമെന്നും ഇത് ഇറാന്റെ 1980-ലെ ഇറാഖ് യുദ്ധത്തേക്കാൾ മാരകമായിരിക്കും എന്നാണ് പെസഷ്കിയാൻ അഭിമുഖത്തിൽ പറഞ്ഞത്. US-ഉം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം നടന്ന് 6 മാസത്തിനൊടുവിലാണ് പുതിയ സംഭവവികാസങ്ങൾ. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്കും ആണവകേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ 12 ദിവസം നീണ്ടുനിന്ന സംഘർഷം വലിയ നാശനഷ്ടം ഇരുഭാഗത്തും ഉണ്ടാക്കിയിരുന്നു.